രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇടപെടലിൽ പുതുജീവൻ തിരികെ ലഭിച്ചിരിക്കുകയാണ് ഒരു തെരുവ് നായയ്ക്ക്. ഈ തലയിൽ പ്ലാസ്റ്റിക് കുപ്പ് കുടുങ്ങി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്നത് കണ്ട മലപ്പുറം വെട്ടക്കാട് സ്വദേശി ലത്തീഫ് ജസീല ദമ്പതികളുടെ മകൾ ജസ ഫാത്തിയ ഫയർഫോഴ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി ആ പ്രശ്നം പരിഹരിച്ചു. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സിന് ഒരു കോൾ വന്നു. എൻ്റെ വീടിന് സമീപം ഒരു നായയുടെ കഴുത്തിൽ കുപ്പി കുടുങ്ങിയിരിക്കുകയാണ്, പ്രയാസപ്പെടുന്നു എന്നായിരുന്നു ആ ഫോൺ കോൾ. ഫയർഫോഴ്സ് വന്ന് ആ നായയെ രക്ഷപ്പെടുത്തി. ആ ഫോൺ വിളിച്ചത് ആരായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ജസ ഫാത്തിമ, അവളിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മോളായിരുന്നോ ഫയർഫോഴ്സിനെ വിളിച്ചത്? എന്താ സംഭവിച്ചത്? എന്തായിരുന്നു വിളിക്കേണ്ട കാരണം? ഞങ്ങളെ വീടിൻ്റെ മുമ്പിൽ കുറേ ദിവസമായി അലിന് തിരിഞ്ഞ് നടക്കണ ഒരു നായൻ്റെ തലയിൽ കുപ്പി കുടുങ്ങി കിടക്കുകയായിരുന്നു. ഞാൻ മിനിയാന്ന് സ്കൂളിൽ ഇട്ടെന്നപ്പോഴാണ് കണ്ടത്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാർ പിന്നെ എടുക്കാൻ നോക്കിയിരുന്നു എൻ്റെ തലേന്ന്, പക്ഷേ കിട്ടണില്ലേനി. ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു നമുക്ക് 101 വിളിച്ചു നോക്കിയാലോ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റക്ക് ഫോൺ എടുത്തുകൊണ്ട് 101 കോൾ ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ മുമ്പിൽ അലിന് തിരിഞ്ഞ് നടക്കുന്ന ഒരു നായൻ്റെ തലയിൽ കുപ്പി കുടുങ്ങിയെന്ന് ഓലോട് പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾ നാളെ തന്നെ വരാറുണ്ട്. അപ്പോൾ ഓല് പിറ്റേന്ന് വന്ന് കണ്ട് വലിയ നെറ്റോണ്ടൊക്കെ ആ നായനെ പിടിച്ച് അതിൻ്റെ തലേന്ന് കത്തിനോടൊക്കെ ആ കുപ്പി ഊരിയെടുത്തു. നായ രക്ഷപ്പെട്ടു. ഈ കുപ്പി കുടുങ്ങിയപ്പോൾ നായ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടോ? എന്തായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ? വെള്ളം കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും, പക്ഷെ അതിന് കുടിക്കാൻ കഴിയില്ല. ഭയങ്കര വിഷമമായി പോയി കണ്ടപ്പോൾ. മോൾക്ക് സന്തോഷമായോ? ഓക്കെ, ഈ മോളുടെ ഇടപെടലാണ് ആ നായക്ക് ഒരു പുതുജീവൻ നൽകിയതെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ അവരുടെ അധ്യാപകരും മാതാപിതാക്കളൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മോളെന്നെ സ്വയം അങ്ങ് വിളിക്കുകയായിരുന്നല്ലേ? മോളെന്നെ വിളിച്ചു. അപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ സാറ് തിരക്കിലാണോ ചോദിച്ചോളൂ ആദ്യം തന്നെ. അപ്പോൾ നല്ല പറഞ്ഞ മോളായിരുന്നു. അങ്ങനെ ഓൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാർക്കും തന്നെ സന്തോഷമായി, ഇത്രയും ചെറിയൊരു കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കണ്ടപ്പോൾ സാർക്ക് സന്തോഷമായി. ടീച്ചറെ, സ്കൂളിൽ നടത്തിയൊരു ക്യാമ്പാണ് ഈ പോലീസിൻ്റെയും ആംബുലൻസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നമ്പർ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതല്ലേ? ആണ്. ഇവിടെ കഴിഞ്ഞ വർഷം ഒരു സഹവാസ ക്യാമ്പ് നടത്തിയിരുന്നു. അത് വലിയ കുട്ടികൾക്കായിരുന്നു, പക്ഷേ അടുത്തുള്ള ചെറിയ മക്കളും അത് കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ അതിന് ഡെമോൺസ്ട്രേഷൻ അവർ കാണിച്ചിരുന്നു, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഓഫീസേഴ്സ്. അപ്പോൾ അതിൽ നിന്നാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സ്മാർട്ടാണ്, അടിപൊളിയാണെന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. പാഠപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, എക്സ്ട്രാ കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീർ ബിൻ കരീം, 24 മലപ്പുറം.